തൃശ്ശൂർ ജൂബിലിയിൽ നടന്ന UNA സമരത്തോടനുബന്ധിച്ചുള്ള അനുരഞ്ജന ചർച്ചയെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ജൂൺ 22 ജൂബിലിയിലെയും അമലിയിലെയും UNA പ്രസിഡന്റുമാർ ഒപ്പിട്ട് അഭിമന്യ താഴ്ത്ത പിതാവിനെ നൽകിയ ഒരു കത്തിനെ തുടർന്നാണ് ഈ അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയത്. UNAയുടെ അഭ്യർത്ഥന സ്വീകരിച്ച് അഭിമന്യ പിതാവ് മുൻകൈയെടുത്താണ് ഈ അനുരഞ്ജന ചർച്ച ജൂബിലിയിൽ വെച്ച് നടന്നത്. ജൂബിലിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ അഭിമന്യ താഴ്ത്ത് പിതാവിനെ കൂടാതെ തൃശ്ശൂർ CMI പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ ജോസ് നന്ദിക്കര, അമലയെ പ്രതിനിധീകരിച്ച് ഫാദർ ജൂലിയസ് അറക്കൽ, ഫാദർ ആന്റണി മണ്ണുമൽ, ജൂബിലി മിഷൻ ആശുപത്രിയെ പ്രതിനിധീകരിച്ച് ഡയറക്ടറായ ഞാൻ, CEO ഡോക്ടർ ബെന്നി ജോസഫ്, HR ഹെഡ് മിസ്റ്റർ ജോഷി പോൾ എന്നിവരാണ് മാനേജ്മെൻറ്റ് സൈഡിൽ പങ്കെടുത്തത്. UNAയുടെ അമലയിലെയും ജൂബിലിയിലെയും മുതിർന്ന അംഗങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. UNA അംഗങ്ങളുടെ അഭ്യർത്ഥനകളും ആവശ്യങ്ങളും അഭിമന്യ പിതാവ് അവധാനപൂർവ്വം ശ്രവിച്ചു. അവരുടെ പ്രധാന ആവശ്യങ്ങൾ സാലറിയിലുള്ള റിവ്യൂ, അല്ലെങ്കിൽ ഒരു ഇൻ്ററിം റിലീഫ്, ചില ഷിഫ്റ്റുകളിലുള്ള പോരായ്മകൾ, കോൺട്രാക്ട് സിസ്റ്റം എന്നിവയൊക്കെയായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത UNA അംഗങ്ങൾ ജൂബിലിയിലും അമലിയിലും ഉയർന്ന ശമ്പളം തന്നെയാണ് കൊടുക്കുന്നതെന്ന് അംഗീകരിച്ചു. എങ്കിലും സമരം തീർക്കുവാനായി അണികളുടെ ആവശ്യപ്രകാരം ഒരു ഇൻ്ററിം റിലീഫ് എങ്കിലും അനുവദിക്കണമെന്ന് അഭിമന്യ പിതാവിനോട് അവരെ അഭ്യർത്ഥിച്ചു. തുടർന്ന് അഭിമന്യ താഴ്ത്ത പിതാവ് സമരത്തിനുള്ള ശാശ്വതമായ പരിഹാരം മിനിമം വേജസ് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കലാണെന്ന് ഓർമ്മപ്പെടുത്തി. അതിനായി മാനേജ്മെൻറ്റുകളുടെ പ്രതിനിധികളും സംഘടനാ പ്രതിനിധികളും ഒന്നിച്ച് മുഖ്യമന്ത്രിയെ കാണാനും തൊഴിൽ മന്ത്രിയെ കാണാനും എത്രയും വേഗം അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും യോഗത്തിൽ തീരുമാനമായി. അതിനെ അഭിമന്യ താഴ്ത്ത പിതാവും CMI പ്രൊവിൻഷ്യൽ നന്ദിക്കരാച്ചനും മുൻകൈ എടുക്കുമെന്നും യോഗത്തിൽ വാഗ്ദാനം ചെയ്തു. അതിനാൽ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് തിരികെ ജോലിയിലേക്ക് കയറണമെന്നും രോഗികളുടെ പരിചരണം മുന്നിൽ വയ്ക്കണമെന്നും അഭിമന്യ താഴ്ത്ത പിതാവ് അവരോട് അഭ്യർത്ഥിച്ചു. വളരെ സൗഹാർദ്ദപരമായി അവസാനിച്ച യോഗത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ കാണുന്നത് ജൂബിലിയുടെ ഏറ്റവും പ്രധാന പ്രവേശന കവാടമായ 3-ാം നമ്പർ ഗേറ്റിന് മുന്നിൽ വളരെയധികം UNA അംഗങ്ങൾ വഴി തടഞ്ഞുകൊണ്ട് ആംബുലൻസിൻ്റെയും കാഷ്വാലിറ്റിക്ക് വരുന്ന വാഹനങ്ങളൊക്കെ തടഞ്ഞുകൊണ്ട് ഗേറ്റിന് മുമ്പിൽ നിൽക്കുന്നൊരു കാഴ്ചയാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പോൾ ഈ UNA സംഘടനാ നേതാക്കൾ ഈ യോഗത്തിന് വന്നത് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണെന്ന് പോലും ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ചർച്ച വിജയിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്ന പോലെ ഞങ്ങൾക്കത് തോന്നി. അതുകൊണ്ടാണല്ലോ അവർ നേരത്തെ തന്നെ ഈ യോഗം കഴിയുമ്പോൾ ജൂബിലിന് മുമ്പിൽ വരണമെന്നും ജൂബിലി ഉപരോധിക്കണമെന്നും തുടർന്ന് ആർച്ച് ബിഷപ്സ് ഹൗസ് ഉപരോധിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. അഭിമന്യ താഴ്ത്ത പിതാവ് വിളിച്ചിട്ടാണ് അവരെ ഈ ചർച്ചയ്ക്ക് വന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അത് വാസ്തവ വിരുദ്ധമാണ്. ഈ UNA നേതാക്കൾ അഭ്യർത്ഥിച്ച ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അവരെ അഭ്യർത്ഥിച്ച പ്രകാരമാണ് അത് സ്വീകരിച്ചിട്ടാണ് പിതാവ് ഈ യോഗത്തിനെ സംബന്ധിച്ചും എല്ലാതും അറേഞ്ച് ചെയ്തതും. ഇപ്പോൾ അവർ പറയുന്നത് പിതാവ് വിളിച്ചിട്ട് പിതാവ് ഒക്കെ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് ഒക്കെ നുണ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഈ സമരത്തിന് പുറകിലുള്ള ഹിഡൻ അജണ്ടകൾ പലതും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ സ്റ്റെപ്പുകളും നോക്കുമ്പോൾ അനുരഞ്ജനത്തിനെ ഇപ്പം ഗവൺമെൻറ് പരിശ്രമിച്ചിരുന്നു. അതിൻ്റെ തലേദിവസം ഇവരെ ലേബർ ഓഫീസിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. അല്ലെങ്കിൽ സഭ ഇപ്പം ഈ പിതാവിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിന് തൊട്ടു മുമ്പ് ഇവരോട് ചേർന്ന് നിൽക്കുന്നവർ പിതാവിനെ അധിക്ഷേപിച്ച വീഡിയോകൾ ഇറക്കിയിരുന്നു. അപ്പം അതൊക്കെ കാണുമ്പോൾ
സമരം തീരരുതെന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ ഇതിന് പുറകിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും അഭിമന്യ താഴ്ത്ത പിതാവ് അഭ്യർത്ഥിച്ചതുപോലെ ഈ സമരത്തിനുള്ള ഏക പരിഹാരം അത് ഗവൺമെൻറ് മിനിമം വേജസ് പ്രഖ്യാപിക്കലാണെന്ന സത്യം ഞങ്ങളും ഏറ്റുപറയുന്നു. അതിനായി മാനേജ്മെൻറ്റ് പ്രതിനിധികളും യൂണിയൻ്റെ പ്രതിനിധികളും ഒന്നിച്ച് മുഖ്യമന്ത്രിയെയും തൊഴിൽ മന്ത്രിയെയും കാണാനുള്ള ഒരുക്കങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ നടത്തുന്നുണ്ട്. എത്രയും വേഗം ഈ സമരം തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.